ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ അവിടേക്ക് വന്നുകൊടുത്തിട്ടുണ്ട്. അപ്പുറത്തും ഒരു ഭാഗമുണ്ട് ഇതേപോലെ തന്നെയാണ്, അത് കാണിച്ചു തരാം. നല്ല സുന്ദരികളായിട്ടുള്ള കുട്ടികള് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി വന്നേക്കാ. അച്ഛൻ പറയുന്നത് വഴി തുടങ്ങിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. എടാ ഇത്രക്ക് വലിപ്പണ്ടി സാധനം കാണുന്ന പോലെയല്ല. നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് ശാന്തതയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാം. കൊറേ മീനുണ്ട് ചേട്ടാ. ഇവിടെ ഒരു പഴയ ഒരു നിർമ്മിതി ഉണ്ട് കേട്ടാ. ഇതെന്താന്ന് അറിയില്ല. കുറെ ശത്രു സൈന്യം ആക്രമിക്കുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കണ സ്ഥലമാണത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് തൃശ്ശൂര് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ അവിടേക്ക് വന്നുകൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കവാടാണത്. നമ്മൾ പണ്ട് ഒരു വട്ടം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴൊന്നല്ല, നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളതാണ് ഒരു ദിവസം. അയ്യോ ആകെ തെറ്റിയ. ഇവിടെ സന്ദർശന സമയം എഴുതിയിട്ടുണ്ട് കേട്ടോ. 9:30 തൊട്ടിട്ട് 1 PM, 2 PM തൊട്ട് 4:30 PM വരെ. തിങ്കളാഴ്ച അവധി, മൺഡേ ഹോളിഡേ എന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കടക്കാം. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് എത്രയാണ്? 40 രൂപ. 4 പേർക്ക് 140 രൂപ. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപ? മൊബൈലിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 10 രൂപ. അങ്ങനെ മൊത്തം 150 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ കൊട്ടാരത്തിലേക്ക് കടന്നു. അപ്പോൾ ഇത് ഇന്നാള് ഉദ്ഘാടനം ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചെയ്തു. മറ്റേ പുതിയതായിട്ട് നവീകരിച്ചു. അതിൻ്റെ ബോർഡാണ് ഇപ്പോൾ ഇത് കിട്ടുക. അതെ, ഉദ്ഘാടനം സുരേഷ് ഗോപി, ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി, അങ്ങനെ MLA, അങ്ങനെ കുറേ ഇതിലുണ്ട് കേട്ടോ. ഇത് ഞാൻ 1988 തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഇത് കോളേജായിരുന്നു. കോളേജായിരുന്നു. ചിന്മയരെ കോളേജ് അങ്ങോട്ടായിരുന്നു. ചിന്മയ ഇവിടെ കൂട്ടുകാരന്മാരെ കൂടെ പഠിച്ചു. ഇവിടെ ആകെ തിക്കും തിരക്കായിരുന്നു. ഒക്കെ നാശമായി എല്ലാതായി. പിന്നെ കോളേജ് മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ ഇത്രക്ക് ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമൊന്നും കോളേജ് ആക്കാൻ കൊടുക്കരുത് അല്ലേ? അത് നമുക്കറിയില്ല. ഇവിടെ പീരങ്കിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ പീരങ്കി വേണ്ട അപ്പുറത്തുണ്ടല്ലോ പീരങ്കി. ഇത് ഈ പീരങ്കി നോക്കിക്കേ. അതെങ്ങനെയാ ഇപ്പൊ അടച്ചിട്ടാണല്ലോ ഇരിക്കണേ? അപ്പൊ എങ്ങനെയാ കണ്ട സരിത? അടച്ചേക്കല്ലേ? ഇത് കണ്ടപ്പോ ഇന്നലെ നമ്മൾ കണ്ടൊരു സിനിമയില്ലേ സരിത? ഇന്നലെ നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടില്ലേ, 7 Nights 6 Days and 7 Nights. നടന്റെ പേരുന്ന അറിയില്ല. അതിലെ ഒരു 2 പേര്, ഒരു പെണ്ണും ഒരാണും ഒരു ദ്വീപിൽ വിമാനത്തിൽ പോയിട്ട് ഒരു ദ്വീപിൽ, ആൾ താമസമില്ലാത്തൊരു ദ്വീപിൽ ആ വിമാനം തകർന്ന് അകപ്പെടുന്നതാണ് കഥ. അപ്പോൾ അവസാനം അവർ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ വിമാനം തകർന്നു കിട്ടുക, കുട്ടി വിമാനം. എന്നിട്ട് അത് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കടൽ കൊള്ളക്കാർ അവരെ എടുത്തേക്ക് വരുന്നുണ്ട്. ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്, കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ കണ്ടപ്പോഴേ അവർ വലിയ ഇരുമ്പിൻ്റെ മറ്റേ വെടിയുണ്ടകളിൽ വേണ്ടത് ഇത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഇത്രയ്ക്ക് വലിപ്പുണ്ട്. നമ്മുടെ ഈ അത് വെച്ചിട്ടാണ് ഇവരെ അലക്കണത്. എനിക്ക് ആ പീരങ്കി കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. എന്താ അല്ല, ചേട്ടൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. ആ ഭാഗ്യത്തിൽ വട്ടം കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ. ഭയങ്കര രസമാണ് പടം. അതന്നെ, ഭയങ്കര രസമാണ് പടം. ഇതാണ് കൊട്ടാരത്തിൻ്റെ മുൻവശം. ഇത് തന്നെയാണല്ലോ. അപ്പുറത്തുണ്ട് ഒരു വശം. അല്ല, അപ്പുറത്തൊരു വശം ഉണ്ട്. അപ്പുറത്തും ഒരു ഭാഗമുണ്ട് ഇതേപോലെ തന്നെയാണ്, അത് കാണിച്ചു തരാം. ഒരു കവാട, ഇതുപോലത്തെ ഒരു കവാടുണ്ട് അപ്പുറത്ത്, മറ്റേ സാഹിത്യ അക്കാദമിയുടെ അവിടേക്ക് പോണോടത്തല്ലേ? അതന്നെ. നമ്മുടെ അത് ഞാൻ കാണിച്ചു തരാം സ്ഥലം. അത് അതിന് പ്രത്യേകതയുണ്ട് ആ സ്ഥലത്തിന്. അങ്ങനെ പോവാം. നമുക്ക് ആദ്യം ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നടന്നിട്ട് ഉള്ളിലേക്ക് ക്യാമറ കയറ്റുമെന്ന് അറിയില്ല കേട്ടോ. അത് പറയാൻ മറന്നു. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈലിൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കാരണം, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാരണം നമ്മുടെ കയ്യിൽ നിന്ന് 200 രൂപ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അവിടേക്ക് പോലെ 200 രൂപ വാങ്ങിച്ചു. പിന്നെ മറ്റേ ക്യാമറ ആകുമ്പോൾ 1500 രൂപയാണ്. മറ്റേ ക്യാമറ ആകുമ്പോൾ 1500. അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന കാരണമാണ് 200 രൂപ അല്ലേ? അതന്നെ. 5000 രൂപ ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ആ മാവിൻ്റെ അവിടേക്ക് നിന്ന് പോവാം. അതിന്റെ പ്രത്യേകത? വലിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമോ അത് ഫോണിൽ ഷൂട്ട് ചെയ്യണം തമ്മിൽ എന്തൊക്കെയാണോ എന്നൊക്കെ അറിയില്ല. നല്ല ഭംഗിയിൽ ഇവിടെ ആക്കിയിട്ടുണ്ട്. നല്ല മാവിൻ്റെ കട. അതപ്പുറത്ത് ജഗുന് അത് ഓർമ്മയുണ്ടല്ലേ? ഊഞ്ഞാലാടിയത് നല്ല വലിയ മാവിൻ്റെ കട.
എല്ലാത്തിനേക്കാളും സുഖം ഇവിടെ ഇരിക്കലാണ്. ഇവിടെ മുഴുവൻ കോളേജ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സെന്റ് തോമസ് കോളേജിലേ ഇന്ന് കോളേജ് ഡേയാ. അപ്പൊ ആ കുട്ടികളൊക്കെ നല്ല സുന്ദരികളായിട്ടുള്ള കുട്ടികൾ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി വന്നേക്കാ. എന്നിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ കൊട്ടാരത്തിനേക്കാളും നല്ല നമ്മളെ ആകർഷിക്കണമെന്ന് അങ്ങോട്ട് അറിയാണ്ട് കണ്ണു പോവാണ്. പക്ഷെ എന്റെ കണ്ണു പോകുന്നുണ്ട്. ആര് പറയണ്? ആ അപ്പൊ ഇവിടെയുള്ള ഇരിപ്പാണ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവം. ബെഞ്ചുകളൊക്കെ ഉണ്ട് അവിടെ. അത്യാവശ്യം വെയിലായി തുടങ്ങി. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ നല്ല സുഖം, നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ. 1795 ഈ കേരള ഡച്ച് മാതൃകയിൽ പണിത് അവസാനിപ്പിച്ച 1795 എന്തുകൊണ്ട് ഇതിന്റെ പണിത് അവസാനിപ്പിച്ചതെന്ന് തോന്നുന്നു കൊല്ലം. അപ്പൊ ആ മാവിന്റെ കടയിൽ അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, മറ്റേ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇട്ടുണ്ട്. ആ സരിത പോണത് ചേട്ടന്റെ പിന്നാലെ വരുന്നു. ആ ഞാൻ അങ്ങോട്ടല്ലേ പോണത്. കൊട്ടാരത്തിനാണ്. അതിന്റെ ഉള്ളിലേക്ക് കടത്ത ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ വെടുപ്പാക്കലൊക്കെ നടക്കുന്നുണ്ട്, ചപ്പ് ചവറിട്ട് കത്തിക്കുന്നുണ്ട്, വെള്ളം നനയ്ക്കുന്നുണ്ട്. പിന്നെ മനോഹരമായ കല്ല് പാകിയ നടവഴികളാണ് ഇങ്ങനെ ചുറ്റും. ഇതിൽ നമുക്ക് നടക്കാം. ഇത് കാണുമ്പോൾ ശരിക്കും മറ്റേ മനുഷ്യരുടെ സിനിമയുടെ ഒരു ഫീല് വരില്ല ഇവിടെയൊക്കെ. മറ്റേ കുതിരട്ടം വെള്ളം എന്ന് പറഞ്ഞ നടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇത് ഇല്ല. അത് വേറെ ടൈപ്പ് അല്ലേ. അവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ തെറിയ ചേട്ടൻ്റെ അടുത്ത്. ഏത് തെപ്പുണി തറയാ? ഓ കണ്ട ഇതിൻ്റെ പണി കണ്ട. ഡച്ച്, കേരള ഡച്ച്, കേരള ഡച്ചാ വാസ്തുവിദ്യ എന്ന് പറയുന്നത്. അതിന്റെ ഘടനയാണ് ഇതിന്റെ രീതിന്റെ. അത് നോക്കി ഈ കൊട്ടാരത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ജഗ്ഗു പറഞ്ഞു. ജഗ്ഗു ആയിട്ട് നോക്കിട്ട് പറയുന്നതാണ്. വടക്കേക്കര പാലസ്. വടക്കേക്കര പാലസ്. വടക്കേക്കര പാലസ് ആണ് റീകൺസ്ട്രക്റ്റഡ് ഇൻ കേരള ഡച്ച് സ്റ്റൈൽ 1795. പറയും ഫുള്ള് വായിക്കി. അതിപ്പോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പൊ ഇത് കൊട്ടാരം. ദിസ് വഴി ഇങ്ങോട്ട് വാ. ദിസ് വഴിന്ന് അച്ഛൻ പറയാ. ദിസ് വഴി അല്ലടാ, ഇതുവഴി ദിസ് വേ. അപ്പൊ അച്ഛൻ വായിക്ക ദിസ് വഴി. അച്ഛൻ തുടങ്ങിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. ആ ട്രാക്കിലേക്ക് അങ്ങോട്ട് വീണ് കിട്ടിയാ മതി. ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്. നമ്മള് പെർമിഷൻ എടുത്തു. നല്ല നടവഴി. പക്ഷേ എന്താ വെച്ചിട്ടില്ലേ, 32 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ചൂട്. ഡിഗ്രി മഞ്ഞ ഭോഗമില്ല. ഇതിന്റെ തൊട്ടപ്പുറത്താണ് തൃശ്ശൂർ പാലസ് അല്ല മറ്റേ ഈ പാലസ് ഗ്രൗണ്ട്, ഇൻഡോർ സ്റ്റേഡിയം, അങ്ങനെ കുറേ സംഗതികളുണ്ട്. ആദ്യം നമുക്ക് ചുറ്റും നടക്കാം. ഉള്ളിൽ കടത്തുമെന്ന് അറിയില്ല, എന്നാലും ഉള്ളിലേക്ക് കടത്തും. നമ്മളെ കടത്തും ഷൂട്ട് ചെയ്യാൻ. കുടക്കല്, ഇവിടെ കുടക്കല്ലുണ്ട്. വലിയ മുളങ്കാട്, ശാന്തതയാണ് ഇവിടുത്തെ മുഖമുദ്ര. കണ്ട കുടക്കല്ല്. ശവകുടീരല്ല അത്. ഭയങ്കര സംഭവം അത്. നമ്മുടെ ഈ കുന്നോളത്തിന് മുമ്പ് അവിടെ കുറെ കുടക്കല്ലുകള്. ഇത് ശരിക്കും ഇതല്ലേ ശവക്കല്ലറകളല്ലേ? അതെ. ഇതിന്റെ അടിയില് ബോഡി മറവ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഇതില് അടക്കം ചെയ്യും. പിരമിഡ് പോലെയാ? അങ്ങനെയൊക്കെ ഉണ്ടാ? അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. വട്ടത്തില് കല്ലിനെ കൊത്തിയെടുത്തിട്ട് ഇങ്ങനെ വെക്കൂല്ലേ? ചുറ്റും നോക്കിയേ, എത്ര പീസുകളാ വെച്ചോണെന്ന് അറിയാം. ഇതൊക്കെ ഉള്ളു പൊള്ളീനതിന്റെ കണ്ട. അത് വെച്ചതിന്റെ ഇതാണ് ഭയങ്കര ഇത് കണ്ട. നോക്കി അതിന്റെ അടി നോക്കിയേ, ആ 4 പീസുകളുമേ ഇത്രയും കനുള്ള സാധനം വെച്ചിരിക്കണമെന്ന്. ഇതിപ്പോ എത്ര നൂറ്റാണ്ടായിട്ട് ഇരിക്കുന്നതായിരിക്കില്ലേ? കേട്ടാ ഇത് വലിപ്പം കണ്ടാ. ഇത്രക്ക് വലിപ്പണ്ട് സാധനം. കാണുന്ന പോലെയല്ല. ഞാൻ സാധിക്കും നമ്മൾ ആഗ്രഹം കണ്ട. അത് അച്ഛൻ പറഞ്ഞുതരും അതൊക്കെ എന്തിട്ടാന്ന്. ഇതേ നമ്മൾ വിചാരിച്ചത്
അതായത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെയാന്ന് വിചാരിച്ചേ കൊട്ടാരം ആയിരിക്കും. തുരങ്കാണ്, തുരങ്കം. ചേട്ടൻ ഇത് തുരങ്കമാണ്. പിന്നെ അടിയിലേക്ക് ആ കണ്ടാ അതേ നോക്കിയേ പറഞ്ഞ പോലെ തുരങ്കം തന്നെ കണ്ടാ ഓട്ടം കണ്ടാ അതിനുള്ളിൽ കടന്നു പോവാം. നോക്കി അത് വീണ് കഴിഞ്ഞു ബാബു. അയ്യോ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് പോലെയോ പോവും. അത്രയ്ക്ക് താഴ്ചയില്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് ഒന്ന് നോക്കി നോക്കിയേ ജഗ്വ. വേണ്ട ആവശ്യമില്ല പണിക്ക് പോകണ്ട. ചില പാമ്പൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആണലി ഉണ്ടാവും, ആണലി അതിൻ്റെ ഉള്ളിൽ ചൂണ്ടുകൂടിയൊക്കെ ഉണ്ടാവും. ആ ആണലികളെ ചൂണ്ടുകൂടിയൊക്കെ ഉണ്ടാവും. കണ്ടാ ഓട് ചില്ലറ ഓടല്ലായിരുന്നേ കൊട്ടാരത്തിനെ. ഓട് എന്തോരാന്ന് പറയാം. ഇനി എങ്ങനെയാണ് തിരിയാട്ടെ നമുക്ക്. ഇത് കാണുന്ന പോലെ ഇല്ലാട്ടാ, നല്ല വലിപ്പുണ്ട് കൊട്ടാരേ. ഒരേക്കർ അതെ 3-4 എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കറിയില്ല. പറഞ്ഞു തരാൻ ഗൈഡ് ഇല്ല കേട്ടോ ഇവിടെ. നമ്മൾ തന്നെയാണ് ഗൈഡ് ആവാണ്. അപ്പോൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഗൂഗിളിൽ ഇത് നോക്കി ഗൂഗിളിൽ സ്വല്പം അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പറഞ്ഞു തരുന്നതിൽ പരിമിതികളുണ്ട്. അതെ ഈ കവാടം. ആ ഇതാണ് കവാടം. അപ്പോൾ വേറെ കവാടം ഇതാ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് കിഴക്ക് വശത്തുള്ളത് അല്ല. ഇതിൻ്റെ അപ്പുറത്തു നിന്നാണ് മറ്റേ ഈ പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ മമ്മൂട്ടി ഇതിവിടെ കാറ് നിർത്തിയിട്ട് അത് ഈ കവാടം കേട്ടോ. ഈ സൈഡിലത്തെ ഇവിടെ തുറന്നിട്ടില്ലേ, ഇവിടെ അടച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പുറത്ത് എടുത്താലേ കാണണല്ലോ. ആ കാണുന്നതാണ് രാമനിലയം. ഇവിടെ ഇതേ രാമനിലയം കാണണം. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് രാമനിലയാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് ടൗൺ ഹാള്, അപ്പുറത്ത് മൃഗശാല. പിന്നെ ഇവിടെ നോക്കിയ സാധനം നോക്കിയ ജഗു നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവും. കണ്ടാ ഇത് നോക്കിയ തരുതേ. ഇതെന്തൊരു സാധനം നമുക്ക് അറിയില്ല അല്ലേ. എന്തോ ഒരു നിർമ്മിതിയാണ്. ഓരോ നിർമ്മിതിയിലാണ് എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ഇപ്പം നന്നായി പരിപാലിക്കുന്നുണ്ട് കൊട്ടാരം. അന്നാ അതിൻ്റെ ഉള്ളിക്ക് കിടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും കിടക്കാൻ പറ്റും. വാ കിടക്കാം. നമ്മൾ അവിടെ ഒരു വലിയൊരു വള്ളിയും എങ്ങനെയുടെ ഇരുന്നിട്ട് മറിഞ്ഞു വീഴാൻ നോക്കി ഓർമ്മയില്ല. മറിഞ്ഞു വീഴാൻ നോക്കിയതല്ല, മറിഞ്ഞു വീഴാൻ പോയതാ അറിയാണ്ട് ഇരുന്നപ്പോ. കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് മൊബൈലും കൊണ്ട് പോയി വെക്കാം. സമ്മതിക്കാവോ? എത്ര തോട്ടാ പറയണേ. അല്ല അതാണ് മെയിൻ ഇതല്ലോ. ഇങ്ങനെ നടക്കുന്നത് ആർക്കും നടക്കാലോ. ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നടന്നു നോക്കി കണ്ടുവരാം. ഇതിൻ്റെ ഉള്ളിൽ പൈതൃക ഉദ്യാനമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് വരാം, നോക്കിയിട്ട് ചോദിച്ചിട്ട് വരാം. നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പൊ നമ്മള് ഉള്ളില് കടന്നു, അല്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ഉള്ളിൽ കയറി കണ്ടു ഞങ്ങൾ. ഉള്ളില് വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ഞങ്ങള് പരമാവധി ശ്രമിച്ചു. പക്ഷേ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ കാണാം. കയറി ഉള്ളിലേക്ക് തന്നെ കയറി വരുമ്പോൾ ഒരു അടിപൊളി ഒരു രഥം, 4 കുതിരകൾ വലിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് രാജാവിന് സമ്മാനിച്ചിട്ടുള്ള രഥമാണ് കേട്ടോ അത്. കണ്ടാ ഷൂ അത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ തോന്നും. ഞാൻ ചോദിച്ചു ചേട്ടനോട് എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക. അത് ചെയ്യാൻ പാടില്ല, പക്ഷെ കയറിയിരിക്കാൻ തോന്നിയിട്ട് പാടില്ല. അപ്പൊ എന്തിന്റെ ശിക്ഷ കിട്ടാ? അതെ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കണേ. അന്നേ കഴിഞ്ഞ അത് ജഗ്ഗു പറഞ്ഞത്, ഞങ്ങൾ 5 കൊല്ലം മുന്നേ വന്നപ്പോഴും ഞാൻ എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് പിണറായി വിജയന് പോലും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റില്ല, പിന്നെയല്ല നിനക്ക് കയറാൻ പറ്റണേ. നമ്മള് പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുറേ എന്താ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ആ
പിന്നെ അന്നത്തെ രാജാക്കന്മാരുടെ ദിവാൻമാരുടെ എണ്ണച്ചായ ചിത്രങ്ങളും അവരിരുന്ന് നടന്ന കസേരകള്, അവർ കിടന്ന കട്ടില്, സപ്രമഞ്ച കട്ടില്, പിന്നെ അതുപോലെ തന്നെ ഈ അടുക്കള, വലിയ അടുക്കള, അവിടെ വലിയ ഭരണികള്, ചീനഭരണി, പിന്നെ വലിയ അമ്മിക്കല്ല് വണ്ട നീളത്തിലുള്ളത്. അരക്കണമെങ്കിൽ 2 പേരിട്ടിട്ട് 2 3 ഒരാൾ ഇവിടുന്ന് തള്ളുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വലിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യണം അങ്ങനത്തതുകള്. പിന്നെ കുറേ ഈ അവരുപയോഗിച്ച വാളുകള്, കത്തികള്, പിന്നെ ആയുധങ്ങള്. പിന്നെ അവർ കളിച്ചിരുന്ന ചെസ് ബോർഡ്. അത് കണ്ട ജഗ്ഗു? കണ്ടില്ലല്ലോ, ഞാൻ നിന്നെ വിളിച്ചു, അപ്പൊ നീ അവിടെ ഇല്ലേ? അത് ഒക്കെ ആന, കുതിര ഒക്കെ അതൊക്കെ തന്നെയായിട്ട് മനസ്സിലായ അതിന്റെയൊക്കെ കുഞ്ഞി സ്റ്റാച്യൂകള്. ഇനിയിപ്പോ നമ്മൾ പൈതൃക ഉദ്യാനത്തിൽ കടന്നു. അപ്പൊ ഇവിടെ വലിയ വലിയ മരങ്ങളാട്ടാ. ഇവിടെ രാജാക്കന്മാരൊക്കെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നല്ല ശാന്തതയാണ്. എല്ലായിടത്തും ശാന്തത തന്നെയാണ്. അതാ ഹോട്ടൽ മീൻ വറക്കണ മണം വരുന്നു. ഇവിടെ ഇവിടെ കല്ലുഭാഗ്യ വഴി അപ്പുറത്ത് ഇപ്പുറത്ത് നല്ലപോലെ ചവറുണ്ട്. ഇതാണ് കാവ് കേട്ടോ. അതായത് കാവ് കേട്ടോ, കാണുന്നതാണ് കാവ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെയല്ലോ. ഇവിടുത്തെ ആ വള്ളി പോയില്ല സരിത. ഇവിടെ നമ്മൾ ഊഞ്ഞാലാടിയത് വലിയൊരു കാട്ടുവള്ളി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 5 കൊല്ലം മുമ്പ് വരുമ്പോ ഇവിടെ വലിയൊരു കാട്ടുവള്ളി ഉണ്ടായിരുന്നു. ഈ മരത്തുണ്ടെന്ന് ഞങ്ങൾ കുറേ ഞാന്നതാണ്. അതിപ്പോ കാണാനില്ല, പോയിണ്ടാവില്ലേ. ഇത് കാണുന്നതാണ് മറ്റേ കൊട്ടാരത്തിന്റെ ഈ കിഴക്കേ സൈഡിലത്തെ കവാടല്ലേ, അതാണ് കേട്ടാ. ഇത് 3 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത്. 3 ഏക്കർ. അപ്പം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ എന്ത് പോവാ, നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ശാന്തതയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അനുഭവപ്പെടുന്നില്ല. ഇതാണ് ഒരു സാധനം പറഞ്ഞ പോലെ ഉണ്ട് അവിടെ. ഇതെന്തൊരു സാധനം പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ നടക്കാനായിട്ട് നല്ല രസമായിട്ട് ഫാഷൻ ഷോ നടക്കാം. റാമ്പ് അല്ലേ, മാർബിൾ ആണല്ലേ മേലെ. അയ്യേ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ജഗ്ഗു മറ്റേ പരേഡ് നടന്ന പോലെ നടന്നു. ജഗ്ഗു മറ്റേ SPCക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് വരണത്, അത് കഴിഞ്ഞ് പോണതൊക്കെ ഇങ്ങനെയാ. അങ്ങനെ നടന്നോടാ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവൻ പറയാ അതെ എത്ര നാള് പ്രാക്ടീസ് ചെയ്ത അത് പോണില്ല നിങ്ങട്, അതിൽ നിന്നും മുക്തമാവുന്നില്ല അവന്റെ മനസ്സും ശരീരവും. വെട്ടുകല്ലാണ് ഈ 2 സൈഡിൽ പായ കൊണ്ടിട്ടാണ്. നീളത്തുള്ള വെട്ടുകല്ല്, ഇത്രയ്ക്ക് നീളത്തുള്ള വെട്ടുകല്ലാണ് പായ കൊണ്ടത്. നടുവിൽ കരിങ്കല്ലിന്റെ പീസുകളാണ് കംപ്ലീറ്റ് നടവഴി ഉണ്ടായിരുന്നത്. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് പോലും വെട്ടുകല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പട്ടയാ, പനമ്പട്ട. ഈ വഴിയില്ലേ, ഈ വഴി ഇങ്ങനെ പോയിട്ട് മറ്റേ വടക്കേച്ചിറ വലിയ കുളമുണ്ട്. മറ്റേ ഈ വടക്കേ സ്റ്റാൻഡ് തൊട്ടപ്പുറത്തുള്ള വലിയ കുളം, അവിടേക്ക് എത്തും. ചിത്രശലഭോദ്യാനാണ് ഇത് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ മറ്റേ ഒക്കെ ഉണങ്ങി എല്ലാം. അതന്നെ ചിത്രശലഭങ്ങളൊന്നുമില്ല. അന്ന് കല്ല് പാകിയ വഴിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ചേട്ടാ? ഇതന്നെ അന്ന് വരുമ്പോഴും. അത് നമ്മൾ ഏത് മാസത്തിലായിരുന്നു വന്നേ, ഓർമ്മയുണ്ടാ? വീഡിയോ ഡേറ്റ് നോക്കി അറിയാം. ശവകുടീരെന്നല്ല പറയാ, ശവകുടീരെന്ന് പറയും. എഴുതിയിട്ടുണ്ടാവും. സാമൂതിരി രാജയുടെ കുടീരാണത്. കണ്ട, സാമൂതിരി 1746 1758 12 കൊല്ലം ഭരിച്ചിരുന്ന ആളായിരിക്കും.
അല്ല അതാണ് മെയിൻ. മുകളിൽ നോക്കിയ സോപ്പും കായ് അല്ലേ, കുറേ കായകളുണ്ട്, കുറേ തരം വ്യത്യസ്തങ്ങളായ മരങ്ങളുണ്ട്, കണ്ടമാനുണ്ട്. പേരുകളൊന്നും എഴുതി വെച്ചിട്ടില്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വെച്ചിട്ടില്ലേ ഒക്കെ മൊത്തത്തിൽ വരണ്ട് ഉണങ്ങി കിടക്കുക. ഒരു തീപ്പെട്ടി കൊള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കത്തി പിടിക്കുന്ന പോലത്തെ ഇതാ. ഇവിടേക്ക് തീയിട്ടുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. തീയിട്ടുണ്ട് ഇവിടേക്ക് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളതാവോ പുനരുദ്ധാരണം ചെയ്തപ്പോ? ഇപ്പോഴല്ല, കുറച്ച് വർഷം മുന്നേ. അവിടെ കിണറുണ്ട് കേട്ടോ, കിണറുണ്ട്, വേറെ ശവ കുടീരങ്ങളുണ്ട്. ഇവിടെ അച്ഛനമ്മ അവിടെ സംസാരിക്കണ്ടേ, ഇവിടെ ഒരു ചേട്ടന് ചേച്ചി എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് എന്തിന് അന്ന് അല്ലേ. ഇത് വലിയ കുളമാണിത്. ഇവിടേക്ക് പടവുകളുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ നോക്കിക്കാം നമുക്ക്. അതാണ് വടക്കേ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്. ഇതില് ബോട്ടിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നാ? അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ വേണ്ട അവിടെ വൈകുന്നേരം നേരത്തെ. ഇത് രാമവർമ്മ തമ്പുരാൻ്റെ കുടീരം, 1844 1851. പിന്നെ അവിടെ വലിയൊരു കിണറുണ്ട്, പിന്നെ ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇത് വട്ടം ഭയങ്കരമാണ് കേട്ടോ. ആമകളുണ്ട്. ഇത് വേറെ ശവകുടീരം. ഇത് ഇത്തിരി വലിപ്പത്തിൽ പണിതിട്ടില്ല അല്ലേ. രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെ കുടീരം. 1851 1885. ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, വലിയ വെള്ളവാളൊക്കെ ഉണ്ടല്ലോ, കോഴിക്കാർപ്പുകൾ. കറുപ്പവാളി ഉണ്ട് അതിന്, പക്ഷെ കാണില്ല. കൊറേ മീനുണ്ട് ചേട്ടാ. ഇവിടെ ഒരു പഴയ ഒരു നിർമ്മിതി ഉണ്ട് കേട്ടാ. ഇത് എന്തിട്ടാന്ന് അറിയില്ല. കുറേ ഉള്ളിയോടെയൊക്കെ ഇങ്ങനെ നടക്കാം അല്ല. ഇതെന്തിട്ടാ സംഗതി? ഓവനാ ഇത്? മറ്റേ വാച്ച് ടവർ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സാധന. അതെ, അതന്നെയാണ് ഇവിടെ നോക്കാനൊക്കെ ആയിട്ട്. ഇവിടെ മറ്റേ എന്താ പറയാ, പടയാളികൾ ഇങ്ങനെ നിന്നിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കും. ശത്രു സൈന്യം ആക്രമിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കണ സ്ഥലമാണത്. ഹൈറ്റ് കൂടിയ സ്ഥലമാണത്. ഏതിന്റെ മുകളില്? ഞാൻ പറയാം, ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാനുള്ളതായിരിക്കും വേണമെങ്കിൽ. ഒന്നും എഴുതി വെച്ചിട്ടില്ല. എവിടെ കുളം? ഡേർട്ടി മൈൻഡ് ഫെല്ലോ. ഇതിങ്ങനെ വെറുതെ കയറി നടക്കാനുള്ള സ്ഥലം തന്നെയാണ്, പക്ഷെ രസമുണ്ടല്ലേ കാണാൻ. ഒഴുകാനുള്ള സ്ഥലം കുട്ടികൾക്ക്. വെട്ടുകല്ലോ പന്തമുണ്ട്. അപ്പൊ ഇതിലെങ്ങനെ കടക്കാം, എന്തിൻ്റെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു സൂചനയുടെ എഴുതി വെച്ചിട്ടില്ല, ഒന്നുമില്ല. തേക്ക്. അയ്യോ, ഞാൻ അതിന്റെ പേര് തേക്ക് എന്നാ ചോദിച്ചേ. 1 മണി വരെ ഉള്ളൂ. 1 മണിക്ക് അവര് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നു. അപ്പൊ നമ്മൾ പുറത്തേക്ക് കിടന്നു. നല്ല പൊള്ളുന്ന വെയില്.